ഹായ് ഫ്രണ്ട്സ്, എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഷിംജിത ഉണ്ടല്ലോ, നമ്മൾ ദീപക്കിനൊക്കെ ഒരു പണി കൊടുത്ത ഷിംജിത ജയിലിൽ നിന്ന് ഇറങ്ങി വീണ്ടും ദീപക്കിനെതിരെ പോസ്റ്റ് ഇടുന്നു, വീണ്ടും ദീപക്കിനെ അതിക്രമിച്ചുകൊണ്ട് വീഡിയോകൾ ഇടുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. കാരണം ദീപക്കിനെ ഷിംജിത കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുന്നു. ദീപക്കിനെ ഇപ്പോഴും വെറുതെ വിടാതെ, ദീപക്കിനെ ആ മരിച്ച മനുഷ്യനോട് ഒരു ദയ പോലും കാണിക്കാതെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവേത് കാണാം. അതിൻ്റെ ഒരു വാർത്താ ക്ലിപ്പും കൂടി ഞാൻ അതിനൊപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സംസാരിക്കാനുള്ളത് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ. നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നേരിട്ട് നടത്തുന്ന മയക്കുമരുന്നിനെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് മൊത്തടിച്ച് തൂഫാനാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവികളുടെ മേൽനോട്ടത്തിലാണ് ഈ തൂഫാൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ വാർത്താമാധ്യമങ്ങളിലൊക്കെ കണ്ടു കാണും. കൂടുതലും ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികളിലേക്കാണ് കൂടുതൽ ഈ പറയുന്ന ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന്, കഞ്ചാവ് ഉപയോഗം കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ യുവാക്കളിലാണ്. അത് കൂടുതലും കോളേജ് പിള്ളേരെക്കാളും കൂടുതൽ ഇത്തരം ഉപയോഗം കണ്ടുവരുന്നത് +2, +1, 10ാം ക്ലാസ് ഈ ഏജിലുള്ള കുട്ടികളിലാണ് ഈ മയക്കുമരുന്ന്, കഞ്ചാവ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ എന്താ പറയുക, പല ഫാമിലീസുകൾ, ഭാര്യയും ഭർത്താവും ചേർന്ന് എന്താ പറയുക മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്, നമ്മളെല്ലാവരും ഓപ്പറേഷൻ തൂഫാൻ്റെ ഒരു ഭാഗമാവണം. നമ്മൾ ഓപ്പറേഷൻ തൂഫാനെ സപ്പോർട്ട് ചെയ്യും. ഇവിടെ എന്താ പറയുക പാർട്ടി മറ്റു സംഭവമൊന്നും നോക്കരുത്. കാരണം എന്താണെന്ന് അറിയാം, നമ്മളിവിടെ പാർട്ടി നോക്കി അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയൊക്കെ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികളും ഒരുപക്ഷെ ഓപ്പറേഷൻ തൂഫാനിൽ എന്താ പറയുക അകപ്പെട്ടു പോകും, കേസിലകപ്പെട്ടു പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഞ്ചാവ് അതുപോലെ തന്നെ MDMA പോലുള്ള ലഹരികൾ വല്ലാതെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ അതിഥി തൊഴിലാളികൾ ആണ് ഇതിൽ കൂടുതൽ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത്. പെരുമ്പാവൂരിൽ നിന്നൊക്കെ ഒരുപാട് അതിഥി തൊഴിലാളികളെയൊക്കെ പോലീസ് ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇതിൻ്റെ ഒരു ഭാഗമാകാം. അത് ജസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, മയക്കുമരുന്ന്, MDMA പോലുള്ള ലഹരികൾ നമ്മളെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കുട്ടികളിലൊക്കെ കഞ്ചാവ് അതിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാരം കാണണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടിയെ ഒരു പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, നിങ്ങളതിനെതിരെ ആക്ഷൻ നടപടി എടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മളെ കുട്ടികൾ കഞ്ചാവിനും MDMA ഒക്കെ അടിമപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ കഞ്ചാവ് ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ദയവേത് പോലീസായിട്ട് സഹകരിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി മുക്തമാകണം. കഞ്ചാവ്, MDMA പോലുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് മുക്തനാകാൻ വേണ്ടി ശരിക്കും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ ഇതിനടിമപ്പെടും, നമ്മളത് കാണേണ്ടി വരും. ആ ഒരു അവസരം ഉണ്ടാവരുത്. ആ അവസരം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല ഇങ്ങനൊരു ആശയമായി ആഭ്യന്തരമന്ത്രിയായി ചാർജ് ചെയ്ത് ഉടൻ തന്നെ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഇവിടെ നമ്മൾ പാർട്ടിയോ പൊളിറ്റിക്സോ ഒന്നും നോക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് തൂഫാനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴയ ചാനൽ ജസ്റ്റ് ഇപ്പോൾ ഇല്ല, നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയതാണ്. നമുക്ക് നിസ്സാര സബ്സ്ക്രൈബർ ഉള്ളൂ, ഒരു 10-30 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.